ലോക കേരള സഭ അംഗം കൂടിയായിട്ടുള്ള കുവൈറ്റിൽ നിന്നുള്ള ശ്രീ നാഗനാഥൻ കൂടി നമ്മൾക്കൊപ്പമുണ്ട്. അദ്ദേഹം ഇന്നലെ ആ സംഭവ സ്ഥലത്ത് ഇതറിഞ്ഞ് അവിടെ ചെന്നയാളാണ്. അദ്ദേഹം കൂടി സംസാരിക്കുന്നത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന അവിടുത്തെ മലയാളി സമൂഹത്തെയൊക്കെ കുറേ കൂടി സംസ്ഥാന മന്ത്രിസഭയുടെ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരുപക്ഷെ കൂടുതൽ സഹായകരമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരല്പസമയം കൂടി തുടരുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാനൊന്ന് നാഗരിലേക്ക് പോകുന്നത്. നാഗ, ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്നലെ ഈ സംഭവത്തിൽ പ്രവാസി സമൂഹം വലിയ ഞെട്ടലിലാണ്. ഇന്നലെ ഇപ്പോൾ ഹിക്മത്തൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് മരണമുണ്ടാകാം, 2 or 3 മരണത്തിലേക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയുമെന്നാണ് രാവിലെയൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അതെല്ലാം വിട്ട് വല്ലാതെ ഈ മരണനിരക്ക് അങ്ങനെ ഉയരുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഞെട്ടൽ ഇന്നും പ്രവാസി സമൂഹത്തിനിടയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. കാരണം അത്ര വലിയൊരു അവസ്ഥ നേരിടേണ്ടി വന്നിട്ടില്ല. പല ദുരന്തങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മലയാളികൾ, നല്ല പരിചയമുള്ള ആളുകൾ, തലേ ദിവസവും പറഞ്ഞ് ചിരിച്ചു പോയ മനുഷ്യരൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്ന നിലയിൽ വല്ലാത്തൊരു നടുക്കത്തിലാണ് നിൽക്കുന്നത്. ഇന്നലെ അവിടെ പോയിരുന്നു അല്ലേ? ഈ വിവരമറിഞ്ഞ് രാവിലെ ഹിക്മത്ത്, ഞങ്ങളുടെ കുവൈറ്റ് പ്രതിനിധി, പറഞ്ഞത് ഇന്നലെ രാവിലെ ഞങ്ങളുടെ തന്നെ ക്യാമറാമാൻ രാവിലെ 6 മണിക്ക്, അദ്ദേഹം അതിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്, വലിയ പുക ഉയരുന്നത് കണ്ടാണ് വേഗത്തിൽ തന്നെ ഈ ഒരു അപകടത്തിലേക്ക് പോകുന്നത്. അപ്പോഴും ഇത് ഇങ്ങനെയായിത്തീരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ. നാഗ, ഇന്നലെ അവിടെ പോയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇന്നലെ രാവിലെ 4:30 മണിക്കാണ് ഈ തീ അവിടെ പിടിച്ചത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിനോട് ഏകദേശം മിനിറ്റുകൾക്കകം തന്നെ ഇതിൻ്റെ ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തി. അപ്പോൾ വളരെ വലിയ ശബ്ദത്തോടെയാണ് സാധാരണ ഈ ഇതൊക്കെ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൻ്റെ ചുറ്റും വസിക്കുന്ന നമ്മുടെ അസോസിയേഷൻ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പെട്ടെന്ന് അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ കുവൈറ്റ് പോലീസ് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഞാനവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം വെളിച്ചമായി. ഒരു മണിക്കൂറിന് ശേഷമാണ് അവിടെ എനിക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോഴത്തേക്ക് ആ ഭാഗമൊക്കെ തന്നെ പോലീസ് വലിയ രീതിയിൽ കാർഡൻ ചെയ്തിട്ട് ആളുകളെ അവിടെ കടത്തിവിടാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം അവർ നേരിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ കുവൈറ്റ് പോലീസിൻ്റെ നേതൃത്വത്തിലും ഫയർ ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിലും ചെയ്യുന്ന വേളയിൽ ഒരുപാട് ആളുകൾ, ആ ചുറ്റുമുള്ള താമസിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ കടന്നു വരരുത് എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ ആളുകളെ നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടമാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിന് ശേഷമുള്ള, അവിടെ നിന്ന് ഇപ്പോൾ ഹിക്മത്ത് എന്ന ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് തന്ന ദൃശ്യങ്ങളാണ്. ഇതിനെല്ലാം ശേഷമുള്ളതാണ്. ഇന്നലെ അവിടെ ചെന്ന് കാണുമ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? കാരണം ഈ ഓരോ നിലകളിലും മനുഷ്യൻ മരണവെപ്രാളത്താൽ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ ജീവനും കയ്യിൽ പിടിച്ചെന്ന് പറയുന്ന നിലയിലേക്കുള്ള മനുഷ്യരെ കണ്ടതിൻ്റെ ഒരു വലിയ നടുക്കമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുണ്ട്, ഒരു ആഘാതമുണ്ടല്ലോ. അത് രാവിലെ അവിടെ ചെല്ലുന്ന സമയത്ത് ആ നിലയിലായിരുന്നു ആ കൂറ്റൻ ബിൽഡിംഗ് ആകെയും. തീർച്ചയായിട്ടും വളരെ ദയനീയമായൊരു കാഴ്ചയായിരുന്നു. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച പോലെ ഒരുപാട് ആളുകൾ അതിൽ നിന്ന് എടുത്ത് ചാടി അവിടെ തന്നെ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. മൃതശരീരങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി മുകളിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ നേരത്തെ മരിച്ച ആളുകളെ, ഈ ചാടി മരിച്ച ആളുകൾ, അപ്പോൾ അടുത്തുള്ള ഒരു കടക്കാരൻ പറഞ്ഞത് ഇവരെ പെട്ടെന്ന് ചാടി തലയൊന്ന് ഉയർത്ത് നോക്കി പിന്നെ നിശബ്ദരാകുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ അടുത്തുള്ള മലയാളികൾ തന്നെ നടത്തുന്ന കടയിലുള്ള ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ഭീകരമായിരുന്നു അവസ്ഥ. ഒരുപാട് ആളുകൾ ഇതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെട്ട ആളുകൾ അതേ ക്യാമ്പിൽ തന്നെ വസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെ പുറത്ത് നിന്ന് കരയുന്ന ഒരവസ്ഥ. ഇതിലകപ്പെട്ട ശ്രീഹരി എന്ന ആളിൻ്റെ അച്ഛൻ ആ ക്യാമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ അത്രത്തോളം മോശമായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ. വിവരിക്കാനാകാത്ത വിധം വളരെ ഭീകരമായൊരു അവസ്ഥയായിരുന്നു ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ തോതിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഏറ്റവും വലിയൊരു അപകടമായിരുന്നു ഈ അപകടം ഈ കുവൈറ്റിൽ സംഭവിച്ച ഈ അപകടം നടന്നത്. നാഗനാഥൻ, ഞാൻ വരാം. അത് തന്നെയാണ് പതിറ്റാണ്ടുകളായി ഈ പ്രവാസി ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത വിധമുള്ളൊരു വലിയ ദുരന്തമാണ് കാണാനായത്. നമ്മളിപ്പോൾ ആ വലിയ തീപിടുത്തമാണ് കണ്ടത്. ആ തീപിടിച്ച ആ വലിയ ബിൽഡിങ്ങിന് അടുത്തേക്ക് പോയ മലയാളികളായിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അതിൽപ്പെട്ടയാളാണ് നമ്മളോടിപ്പോൾ സംസാരിച്ച ലോക കേരള സഭാംഗമായിട്ടുള്ള നാഗനാഥൻ.